അറിയാമോ? ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ടീച്ചർ അതിനൊരു മെത്തേഡ് പറഞ്ഞു തരട്ടെ. ഈ 1008 നമുക്ക് 1000 അധികം 8 എന്നെഴുതി കൂടെ? ടീച്ചർ എഴുതട്ടെ. 1000 അധികം 8. ഓക്കെ ആണോ? 502 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 500 എഴുതാൻ പറ്റത്തില്ലേ? ഇനി ഇത് ചെയ്യണമെങ്കിൽ ഈ 1000 അധികം 8 എന്നുള്ളത് ഒന്നാമത്തെ ഒരു പദമായിട്ടും 500 അധികം 8 എന്നുള്ളത് രണ്ടാമത്തെ പദമായിട്ടും നമുക്ക് പറയാം. എന്നിട്ട് ആദ്യത്തെ പദത്തിലെ ആദ്യത്തെ എലമെന്റിനെ ആദ്യത്തെ സംഖ്യയെ നമുക്ക് രണ്ടാമത്തെ പദത്തിലെ ആദ്യത്തെ സംഖ്യയായിട്ട് ഗുണിക്കാം. ഓക്കെ ആണോ? അതിനുശേഷം അതിനെ വീണ്ടും രണ്ടാമത്തെ ഇങ്ങനെ എഴുതട്ടെ. 1000 × 500 പ്ലസ് 1000 × തീർന്നില്ലല്ലോ. ഇനി അവിടെ നമ്പേഴ്സ് ഇല്ലേ? എന്താ ഉള്ളത്? 8 ഉണ്ട്. 8നെ എന്ത് ചെയ്യണം? 500 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? അപ്പൊ എന്ത് കിട്ടും ആൻസർ? 100 × 1000 × 500 എത്രയാ? എങ്ങനെ ചെയ്യുന്നേ? 1 × 5 ചെയ്തിട്ട് എത്ര സീറോസ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും കൊടുത്താൽ പോരെ. അപ്പൊ എന്ത് കിട്ടും? അല്ലേ? അടുത്തത് 2000 പ്ലസ് കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? ഇത് മനസ്സിലായോ ചെയ്തത്? എങ്ങനെയാ? ആദ്യത്തെ സംഖ്യയെ രണ്ടാമത്തെ പദത്തിലെ ആദ്യത്തെ സംഖ്യയായിട്ട് ഗുണിച്ചു. അതിനുശേഷം ആ സൈൻ ഇട്ടതിന് ശേഷം ആദ്യത്തെ സംഖ്യയെ രണ്ടാമതിലോട്ട് പോയി. ഓക്കെ? 1000 1000 × 500 പിന്നെ 1000 × 2 പിന്നെ അടുത്തത് 8 × 500 8 × 2. മനസ്സിലായോ? ഇതൊരു വേരിയബിൾ ആയിട്ട് പറഞ്ഞത്. വേരിയബിൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ബീജം എഴുതാം. പഠിച്ചിട്ടില്ലേ? ബീജം എഴുതാം. ബീജം എഴുതാൻ പറഞ്ഞില്ലേ? നമുക്കിപ്പം 1008 502 എടുത്തതിനെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സംഖ്യയുടെ ആഡ് ചെയ്യുന്നത് പോലെ പ്ലസ് ചെയ്യുന്നത് പോലെ നമ്മൾ എടുത്തു. അതുപോലെ x y u v എന്നെടുത്തു. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. സ്ക്വയർ, റെക്റ്റാങ്കിൾ അല്ല സ്ക്വയർ. ഇതിന് ലെങ്ത് ഞാൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എക്സും ഇവിടെ തൊട്ട് ഇവിടെ വരെ യു എന്ന് കൊടുക്കും. അതായത് എക്സ് യു എന്ന സൈഡ്സ് ആയ ഒരു റെക്റ്റാങ്കിൾ. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ y എന്നും ഇവിടെ നിന്ന് ഇവിടെ വരെ v എന്നും കൺസിഡർ ചെയ്യും. ഓക്കെ ആണോ? ഇപ്പൊ ഈ ഒരു സൈഡ് എന്താ കിട്ടി? ഇവിടുന്ന് ഇവിടെ വരെ എക്സും ഈ പോയിന്റിൽ ഈ പോയിന്റ് വരെ വൈയും. അപ്പൊ ഈ മൊത്തത്തിൽ എത്ര ലെങ്ത് കിട്ടിയത്? എക്സ് പ്ലസ് വൈ. ഇത് മൊത്തത്തിൽ എത്ര ലെങ്ത് കിട്ടി? യു പ്ലസ് വി. ഞാൻ ചോദിക്കട്ടെ, എക്സ് പ്ലസ് വൈ എന്നും യു പ്ലസ് വി എന്നും വശങ്ങളുള്ള ഒരു റെക്റ്റാങ്കിൾ അല്ലേ ഇവിടെ കിട്ടിയത്? അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. ഈ വലിയ റെക്റ്റാങ്കിളിൽ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾസ് ഇല്ലേ? ഈ കുഞ്ഞു കുഞ്ഞു റെക്റ്റാങ്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്ത് കൂട്ടുന്നതായിരിക്കത്തില്ലേ ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ? ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ റെക്റ്റാങ്കിൾ ഇത്, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഇത്, മൂന്നാമത്തേത്, നാലാമത്തേത്. ഈ 1 2 3 4 കൂടെ ആഡ് ചെയ്യുന്ന ഏരിയത്തില്ലേ മൊത്തത്തിലുള്ള ഏരിയ? ആയിരിക്കത്തില്ലേ? ഇതിന്റെ ഏരിയ എന്ത്?
ഫോർത്ത് റെക്ടാങ്കിളോ നോക്കിക്കേ എക്സിനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എക്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അടുത്തത് 1 നെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 നെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതല്ലേ ഈ എഴുതിയിരിക്കുന്നത് xu xu yu yu ക്ലിയർ ആണോ മനസ്സിലായോ അപ്പോൾ ഇതുപോലെ ഒരു വലിയ പ്രോബ്ലം തന്നാൽ അതിനെ എങ്ങനെ എഴുതാം x y u v ഫോർമാറ്റിൽ എഴുതാം എന്താ അത് xu xv yv y ക്ലിയർ ആയോ അങ്ങനെ വേറൊരു പ്രോബ്ലം പറഞ്ഞു തരട്ടെ എന്തായിരിക്കും ഇത് 608 നമുക്ക് എങ്ങനെ എഴുതാം 600 പ്ലസ് 700 2 കിട്ടത്തില്ലേ എന്ത് ചെയ്യും xu എഴുതിയതുപോലെ 600 ഇൻറ്റു 700 പിന്നെ xv എഴുതിയതുപോലെ 600 ഇൻറ്റു 2 then yu എഴുതിയതുപോലെ 8 ഇൻറ്റു 700 8 ഇൻറ്റു 600 ഇൻറ്റു 700 600 ഇൻറ്റു 2 ഇങ്ങനെ കിട്ടത്തില്ലേ ക്ലിയർ ആണോ ഓക്കെ ആണോ അപ്പം x പ്ലസ് y ഇൻറ്റു u പ്ലസ് v എന്താ കിട്ടുന്നത് y x പ്ലസ് y ഇൻറ്റു u പ്ലസ് v equal to xu plus xv plus yu plus y